എടുത്ത ഒരു 3 മുളകാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്ന ചില്ലി സോസാണ്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലെക്സ് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇത്രയും ചേർത്തിട്ട് ഇനി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് അരപ്പൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലോട് കൂടിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ചിക്കനിലോട്ട് എല്ലാം ആയതിനു ശേഷം ഇനി ഞാൻ